അനിത, ദിലീപ് ആൻഡ് നിസ സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ രണ്ടുപേരെയും ഓൺ ദി സ്റ്റേജ്. AVT പ്രീമിയം വനിതാ രത്നം. കറക്റ്റ് മാച്ചിങ് കോസ്റ്റ്യൂംസ്. താങ്ക് യു. പക്ഷേ ഒന്ന് സിംഗിളും ഒന്ന് ഡബിളും. എന്നാണ് ഉദ്ദേശിച്ചത്? അതെ, ഒരു ചെറിയ ഒരു മെലിഞ്ഞ നിസയും ഒരു ഡബിൾ നിസയും. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. എന്താ ഇന്ന് പെർഫോം ചെയ്യുന്നത്? ഞങ്ങൾ ഡാൻസ് 3 ഡാൻസ് ഉണ്ട്. അത് മനസ്സിലായി. വേഷം കാണുമ്പോഴത്തേക്ക് ഡാൻസാണ്, കഥകളിയല്ല എന്നറിയാമല്ലോ. ഡാൻസിൽ എന്ത് ഫോക്ക് ഡാൻസ് ആണോ? സിനിമാറ്റിക് 3 ടൈപ്പ് സോങ്. ഒന്ന് നിസയ്ക്ക് മലയാളം. എന്താ മുഖത്തൊരു സങ്കടം, ഒരു വിഷമം? നിസയ്ക്ക് വിഷമം ഞാനൊരു പക്ഷേ എലിമിനേറ്റ് ആയോണ്ടായിരിക്കും. അതെ, എലിമിനേറ്റ് ആയ ആള് വളരെ പ്ലസന്റ് ആയിട്ട് ബബ്ലി ആയിട്ട് നിൽക്കുന്നു. കൂടെ നിൽക്കുന്ന ആൾ അല്ല ഞാനൊരു ഡാൻസാണ്. അതാണ് സ്വാഭാവികമായിട്ട് തിരിച്ചാണ് സംഭവിക്കേണ്ടത്. അത് സംഭവിക്കാത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം യു ടേക്ക് ഇൻ ദ റൈറ്റ് സെൻസ് വിത്ത് ദ സ്പിരിറ്റ്. മുരളി സാറിന്റെ ഗ്രൂമിംഗ് സെക്ഷനിലെ ഒരു പവർ അതാണ്. നമ്മൾ വിഷമിക്കാൻ പാടില്ല. യെസ്. ഓക്കെ, എന്താണ് ഇവരെ പറ്റി തോന്നുന്നത്? നല്ല എന്താണ് പെയർ എന്ന് പറയാം അല്ലേ? നല്ല പെയർ. എന്താ പെർഫോമൻസ്? ഏത് സോങ് ആണ്? ഞങ്ങള് ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളം സോങ്, മനം വിറുമ്പുതേ തമിഴ്, ഹോട്ടോം പേസി. ആരാണ് സോങ് സെലക്ട് ചെയ്തത്? ആരാണ് സോങ് സെലക്ട് ചെയ്ത്? ഞങ്ങളുടെ കൊറിയോഗ്രാഫറാണ്. ഓക്കെ, ഇവിടെ ഡാൻസ് ചെയ്യണം, ഡാൻസ് ആയിരിക്കണം നമ്മുടെ ബേസിക് തീമെന്ന് സെലക്ട് ചെയ്ത ആരാണ്? രണ്ടുപേരുടെ ഇവിടെ തീരുമാനമായിരുന്നു. നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയറായിട്ട് സെലക്ട് ചെയ്തതാണോ? അതെ അതെ. അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഡാൻസ് മതി. അതെ. ഡാൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തായിരുന്നിരിക്കും? സ്കിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. സ്കിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ സൗകര്യം ഡാൻസ് ആണെന്ന് തോന്നി അല്ലേ? ഇപ്പോൾ ഇവിടെ അനിതയുടെ വീട് എവിടെയാണ്? കൊട്ടാരക്കര. ഓക്കെ. നിസ? ഞാൻ ആറ്റിങ്ങൽ. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രാക്ടീസ് സെഷനൊക്കെ? ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പ്രാക്ടീസ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്.